ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ വളരെ സിംബോളിക്കലായിട്ട് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ ഇതുവരെ എത്തിയ, അല്ലെങ്കിൽ ഇനി മുമ്പോട്ടും ചെയ്യുന്ന ഈ ബലിയർപ്പണത്തിൻ്റെ കുറച്ച് അർത്ഥം വിശദീകരിക്കുക എന്ന് വിചാരിക്കുന്നു. നമ്മൾ പുറമെ ദൂരെ അവിടെ ഗ്രോട്ടോയിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കുരുത്തോലകളെല്ലാം വെഞ്ചരിച്ച് കയ്യിൽ പിടിച്ച് വരികയാണ്. ഈ പരിശുദ്ധമായ ആരാധന നടക്കുന്നത് ഈ സെൻറ്റ് പോൾ പള്ളിയിൽ വെച്ചാണോ എന്ന് ചോദിച്ചാൽ അതെ, കാഴ്ചയിൽ സെൻറ്റ് പോൾ പള്ളിയിൽ വെച്ച് തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആരാധന നടക്കുന്നത് സ്വർഗത്തിലാണ്. നേരത്തെ ഒരു ടീം വന്ന് സ്വർഗത്തിൽ വന്ന് ആരാധന കഴിഞ്ഞു പോയി. ഇതാ അടുത്ത ടീം സ്വർഗത്തിലെ ഈ ആരാധനയിലേക്ക് വന്നിരിക്കുന്നു. അപ്പം നമ്മൾ ഈ ഓരോ കൂട്ടരും ആരാണ്? ഓരോരോ സഭക്കാരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓരോരോ സഭയുടെ ആരാധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മളെല്ലാവരും ഓരോ സഭയിൽ അംഗത്വമുള്ളവരാണ്. അപ്പോൾ ആ അംഗത്വമുള്ള സഭയിൽ ശിരസാകുന്ന ക്രിസ്തുവിനോട് ആ സഭ വഴി വരുന്ന കൃപാവരങ്ങളെ സ്വീകരിക്കാൻ ഒരുമിച്ച് നമ്മൾ വന്നു ചേർന്നിരിക്കുകയാണ്. ഈ ജെറുസലേം പ്രവേശനത്തിൻ്റെ സമയത്ത് സഭയെപ്പറ്റി പറയാതിരിക്കുക വയ്യ. കാരണം ഈശോയെ പലതവണ രാജാവായി വാഴിക്കാൻ അവരെല്ലാവരും തീരുമാനിച്ചതാണ്. എല്ലാം തട്ടിമാറ്റുകയായിരുന്നു ഈശോ ചെയ്തത്. പക്ഷെ ഈ ഒരൊറ്റ തവണ മാത്രം ഈശോ അത് സ്വീകരിക്കുന്നു. പക്ഷേ അത് അവർ തീരുമാനിച്ച ഒരു സമയത്തോ അവർ തീരുമാനിച്ച രീതിക്കോ ആയിരുന്നില്ല. ഈശോ തന്നെ ക്രമീകരിച്ച പ്രത്യേക രീതി പ്രകാരമാണ് അവിടുന്ന് അത് ചെയ്തത്. എന്തായിരുന്നു ആ രീതി? ജെറുസലേമിലേക്ക് വരാനിരിക്കുന്ന വണ്ടി അടക്കം ഈശോ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഏത് തരം വണ്ടിയിലാണ് വരേണ്ടത്? അപ്പോൾ ഹി കെയിം ഇൻ എ വെഹിക്കിൾ, ആൻഡ് വെഹിക്കിൾ ഈസ് പ്രപ്പോസ്ഡ് ആൻഡ് അറേഞ്ച്ഡ് ബൈ ജീസസ്. ആ വെഹിക്കിൾ കഴുതയായിരുന്നു, ആസ്. അതിൻ്റെ മേലെയാണ് വരുന്നത്. എന്നിട്ട് അവൻ അവിടെയുള്ള എല്ലാവരെയും കീഴടക്കുന്നു. എല്ലാവരുടെ മനസ്സുകളെയും കീഴടക്കിയില്ലെങ്കിൽ ആരെങ്കിലും അവന് ഓല വിരിച്ചും കുരുത്തുന്ന മരച്ചില്ലകൾ വെട്ടിക്കൊണ്ടുവന്നിട്ടും അതുപോലെ തന്നെ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചും വരവേൽക്കില്ലല്ലോ. അപ്പോൾ അവൻ അവരുടെ മനസ്സുകളെ കീഴടക്കി. ഈ മനസ്സുകളെ കീഴടക്കിയ ഈ രാജാവ് സാധാരണ രാജാവ് എങ്ങനെയാണ് കീഴടക്കുക? ഹി യൂസസ് ദ മെത്തേഡ് കോൾഡ് വയലൻസ്. വയലൻസിലൂടെയാണ് എല്ലാ രാജ്യങ്ങളും കീഴടക്കി വരിക. പക്ഷേ ഇവിടെ വയലൻസിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധ സാമഗ്രികളും ഇവിടെ ഇല്ല. മിസൈലില്ല, ടാങ്കറില്ല ഇന്നത്തെ കണക്കിന്. പഴയ നാട്ടിലെ കണക്കിനാണെങ്കിൽ പടക്കുതിരകളില്ല, പടവെട്ടാൻ കാലാളുകളും അങ്ങനെ ആളുകൾ ആരുമില്ല, ആനയില്ല, ഒന്നുമില്ല. പിന്നെയോ കഴുത എന്ന് പറയുന്ന ആ വാഹനത്തിൻ്റെ മുകളിൽ അദ്ദേഹം ഉപയോഗിച്ച യുദ്ധതന്ത്രം, ഈശോ ഉപയോഗിച്ച യുദ്ധതന്ത്രം, എല്ലാവരെയും കീഴടക്കാൻ വേണ്ടി ഈശോ ഉപയോഗിച്ച യുദ്ധതന്ത്രം മനസ്സിലൊന്ന് കോറിയിടുന്നത് വളരെ നല്ലതാണ്. ആ യുദ്ധതന്ത്രത്തിൻ്റെ പേരാണ്, ഇന്ന് വരെ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ആ യുദ്ധതന്ത്രത്തിൻ്റെ പേരാണ് എളിമ, അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി. അത് വയലൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എളിമ കൊണ്ട് ലോകത്തെ കീഴടക്കിയ ഒരു രാജാവുണ്ടെങ്കിൽ അത് ഈശോ അല്ലാതെ മറ്റാരുമല്ല. എന്നിട്ട് അവൻ ആരെയാണ് കീഴടക്കിയത്? ജെറുസലേമിലേക്ക് വന്നപ്പോൾ അവന് ഈ ജൈവിളി വിളിച്ചത് ആരാന്നറിയോ? രോഗികളും പാവപ്പെട്ടവരും പിള്ളേരും. അവരെയാണ് അവൻ കീഴടക്കിയത്. പ്രതാപശാലികളായ ആരെയുമല്ല. അവരെല്ലാം വന്ന് ചോദ്യം ചെയ്യുമായിരുന്നു, എന്തിനാണ് ഇവരെല്ലാം നിനക്ക് ആർപ്പ് വിളിക്കുന്നത്? പക്ഷെ അതേസമയം ആർപ്പ് വിളിച്ചവരെ നോക്കൂ. അപ്പൊ അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇങ്ങനെയാണ് പറയുന്നത്: ഈശോ നടത്തിയ ആ ജെറുസലേം പ്രവേശനം യഥാർത്ഥത്തിൽ ജെറുസലേമിലേക്കുള്ള പ്രവേശനം ആയിരുന്നില്ല. ഈ കണ്ട ആളുകളൊക്കെ അവനെ വിളിച്ചു പറഞ്ഞ് ജയ് വിളിച്ചത് ഓശാന എന്ന വാക്കുപയോഗിച്ചാണ്.
എന്താണ് ഓശാന എന്ന വാക്കിന്റെ അർത്ഥം? രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. വയ്യാത്തവരും പറ്റാത്തവരും അല്ലേ രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ എന്ന് പറയുള്ളൂ. ഓശാന പാടി അവനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ദേവപുത്രനെ എതിരേൽക്കുന്നത് ജെറുസലേമിലെ സിയോൻ പുത്രി എന്ന് പറയുന്നത് സഭയുടെ രൂപകമാണത്രേ. സഭയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഭയെക്കുറിച്ച് പറയാതെ നമുക്ക് ഇന്നത്തെ ദിവസം പറയാൻ പറ്റില്ല. ആരാണ് ഇന്നവിടെ കൂടി നിന്ന് ഈ ചില്ലകളെല്ലാം കൈകളിൽ പിടിച്ചത്? സഭയാണ്. സഭ യേശുവിനെ വരവേറ്റ് യേശുവിൻ്റെ അന്നത്തെ ആ ജെറുസലേം പ്രവേശനത്തെ അതിലുണ്ടായിരുന്ന ആ ആളുകൾ എങ്ങനെ യേശുവിനെ ഓശാന പാടി എതിരേറ്റോ, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും ഓശാന പാടി രക്ഷിക്കണേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഈ കുരുത്തോലയും പിടിച്ച് എവിടേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്? സ്വർഗത്തിലേക്കാണ്. രക്ഷ സ്വർഗത്തിൽ നിന്നാണ്. അപ്പോൾ ഈ കുരുത്തോലകൾ പിടിച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ കുരുത്തോലയ്ക്ക് ഭയങ്കര പവറുണ്ട്. ഇനി വീട്ടിൽ ഇത് കൊണ്ടുപോയി വെച്ചാൽ വീടെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു. ഇതാ കുറച്ചു പേരൊക്കെ അതുകൊണ്ട് കുരിശുണ്ടാക്കി. ഇനി ഈ കുരിശും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ പോവും. അപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ രാജാവിനെ പറ്റി ജനത്തോട് പറയാണ്. ഞങ്ങളുടെ രാജാവ് എങ്ങനെയാണെന്നറിയാമോ? അത് ഞങ്ങൾ അടുത്ത ആഴ്ച കാണിച്ചു തരും. അതിൻ്റെ ഉദ്ഘാടനം മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ ഓല പിടിച്ച് നടത്തുന്നത്. ഞങ്ങളുടെ രാജാവിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ തുപ്പാം, അവൻ തിരിച്ചു തുപ്പില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ അടിക്കാം, തിരിച്ചടിക്കില്ല. എത്ര അടി കിട്ടിയാലും തിരിച്ചടിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ കളിയാക്കാം, തടിയനെന്ന് വിളിക്കാം, കളറില്ലാത്തവനെന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിച്ച് കളിയാക്കാം. മുടിയില്ലെന്നോ പല്ലില്ലെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞ് നമുക്ക് കളിയാക്കാം. പക്ഷേ അവൻ തിരിച്ച് നിങ്ങളെ കളിയാക്കില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ കൊല്ലാം, അവൻ നിന്ന് തരും. പക്ഷേ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ആ രാജാവിൻ്റെ പ്രജകളാണ് ഞങ്ങൾ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പൊ വഴിയിൽ വെച്ച ഒരാള്, നമ്മൾ എന്താണ് ശരിക്കും ഉദ്ഘോഷിക്കുന്ന ഇവരോട്? ഇതാ കണ്ടോ, ഈ രാജാവിന്റെ പ്രജകളായി എന്നെ നിങ്ങൾക്ക് തുപ്പാം, ഞാൻ തിരിച്ചു തുപ്പില്ല. നിങ്ങൾക്ക് എന്നെ അടിക്കാം, ഞാൻ തിരിച്ചടിക്കില്ല. ഞാൻ അങ്ങനെ എളിമയുടെ ആളുകളായിട്ടാണ് നമ്മൾ. നിങ്ങൾക്ക് എന്ത് വേണേ വിളിക്കാം. നിങ്ങൾ കളിയാക്കണോ? കളിയാക്കിക്കോളൂ, ഒരു പ്രശ്നമില്ല. കൊല്ലണോ? കൊന്നോളൂ, ഒരു പ്രശ്നമില്ല. കാരണം ഞങ്ങൾ സമീപിക്കുന്നത് സ്വർഗത്തെയാണ്, ഈ ലോകത്തിലെ രീതികളെ അല്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് നമ്മൾ ഈ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കുരുത്തോല പിടിച്ചുകൊണ്ട് വരുന്നവൻ്റെ അടുത്തേക്ക് ആരെങ്കിലും ഒരു തെറി പറയുകയാണെങ്കിൽ തിരിച്ച് തെറി പറഞ്ഞാൽ പൊളിഞ്ഞ്, അതോടുകൂടി നിങ്ങളുടെ രാജാവും പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. ഓശാന ഞായറും പൊളിഞ്ഞു, മൊത്തം പൊളിഞ്ഞു. അടുത്ത ആഴ്ച നടത്താൻ പോകുന്നതെല്ലാം വെറും ഫൗള് പ്രകടനം മാത്രമായി അവശേഷിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഇതാണ് നമ്മുടെ രാജാവ്. അപ്പൊ ആ സ്വർഗത്തിലേക്കാണ്. അപ്പൊ ഇതിനുള്ള കൃപ മനുഷ്യനില്ല. ആർക്കാണുള്ളത്? തുപ്പിക്കഴിഞ്ഞാൽ തിരിച്ചു തുപ്പാതിരിക്കാനുള്ള അനുഗ്രഹം ആർക്കാ ഉള്ളത്? ആർക്കും ഇല്ല. അടിച്ചാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് മനുഷ്യന് തോന്നുന്നത്. മനുഷ്യന്റെ ഗുണങ്ങളല്ല ഇതൊന്നും മനുഷ്യന്റെ ഗുണമല്ല. മനുഷ്യനല്ലല്ലോ നമ്മുടെ രാജാവ്, ദൈവമാണല്ലോ നമ്മുടെ രാജാവ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഗുണങ്ങൾ വേണം. ബലഹീനരായ നമ്മൾ രക്ഷിക്കണേ, സഹായിക്കണേ എന്ന് പറഞ്ഞ് സ്വർഗത്തെ സമീപിച്ചിരിക്കുകയാണ് ഇവിടെ. ഇതെല്ലാം സ്വർഗത്തിന്റെ ഗുണങ്ങളാണ്. വീട്ടിൽ പഞ്ചസാര തീർന്നു പോയാൽ നമ്മൾ ഏതെങ്കിലും കടയിൽ ചെല്ലും. പക്ഷെ എവിടെ നിന്നാണ് ഇത്രമാത്രം ക്ഷമ കിട്ടുക? ഏത് കടയിലാണ് കിട്ടുക? ഈ ലോകത്തിലെ എവിടെ ചെന്നാലാണ് ഇത്രയും ഈ ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടാൻ പറ്റുക? എവിടെ ചെന്നാലും കിട്ടില്ല. അത് സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ക്ഷമയെപ്പറ്റി പറയുന്നോ, അവിടെയൊക്കെ മാപ്പ് നൽകുന്നതിനെ പറ്റി പറയുന്നോ, അപ്പോഴെല്ലാം ഈശോ പറയും ഇത് സ്വർഗസ്ഥനായ പിതാവിന്റെ ക്വാളിറ്റിയാണ്. എന്ന് വെച്ചാൽ സ്വർഗത്തിലെ ഇത് കിട്ടൂ. സ്വർഗത്തിൽ പോയി അത് വാങ്ങിയിട്ട് വരണം. ഈശോയ്ക്ക് പോലും പറ്റിയില്ല. ഗത്സമനിയിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് പിന്നെ അതുവഴി സ്വർഗത്തിൽ പോയി ആ കൃപ വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് യൂദാസിനോട് ക്ഷമിക്കാനും ഒക്കെ ഈശോയ്ക്ക് പറ്റിയത് എന്ന് നമുക്കറിയാം. സ്വർഗത്തിന്റെ ഈ ക്വാളിറ്റി വാങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അന്നത്തെ ദിവസം കഴുതയുടെ പുറത്തു വന്നവനെ സ്വീകരിച്ചു. ഹ്യൂമിലിറ്റി, കഴുത. അത്
എളിമയുടെ രാജാവാണ്. എളിമയുടെ പുറത്താണല്ലോ വരാൻ പറ്റുക. എളിമയുടെ ഏറ്റവും അപ്പൊ ശരീരം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് വന്നു. ഇനി അവൻ ഇപ്പോൾ എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് നോക്കൂ. ആത്മീയതയിൽ സ്പിരിച്വൽ പ്രസൻസ് ഓഫ് ജീസസ് എങ്ങനെയാണ് വരാൻ പോകുന്നത്? അതും ഏറ്റവും എളിമയുടെ രൂപത്തിലല്ലേ ഇന്ന് നമ്മൾ അവനെ സ്വീകരിക്കാൻ പോകുന്നത്? ഈശോയുടെ ആ ഒരു തിരുവോസ്തി. അന്ന് ജെറുസലേമിൽ കഴുതയുടെ പുറത്തു വന്ന അതേ ഈശോയാണ് ഇന്ന് എളിമയോടെ സഭയിൽ തന്നെ വരവേൽക്കുന്നവരുടെ, തൻ്റെ മക്കളുടെ, തന്നിലേക്ക് സഭയിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നവരിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വായനകളിൽ പ്രത്യേകം അതിനെപ്പറ്റി പറയുന്നതൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ വായനയിൽ പറയുന്നത് നോക്കൂ. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും, ഇത് കണ്ടോ, മുന്തിരിയുടെ കാര്യം പറയുന്നു, കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. അവന്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. പല്ലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓസ്ട്രേലിയ വെളുപ്പ് സങ്കല്പിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ റിയലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് അവരവനെ പിടിച്ചു, ജെറുസലേം കീഴടക്കാൻ പോവാന്ന് വിചാരിച്ചു. ഈശോ പറഞ്ഞു, എൻ്റെ രാജ്യം ഇതല്ല, എൻ്റെ രാജ്യം സഭയാണ്, അത് ഈ ലോകത്തിലുള്ളതല്ല, സ്വർഗത്തിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് ഈശോ അവിടെ ഉറക്കെ പറഞ്ഞു. ആർക്കും മനസ്സിലായില്ല, പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായി. അതിനുശേഷം പറയുന്നത് നോക്കൂ. അവൻ കഴുതയുടെ പുറത്ത് കയറി വരുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരകളെയും വിച്ഛേദിക്കും. അവന്റെ രാജ്യത്ത് ഈ പരിപാടി ഇല്ല, വയലൻസ് ഇല്ല, പടവില്ല് ഒടിക്കും, അതിന്റെ ആവശ്യമില്ല. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. ഇതൊക്കെ നിറവേറി. അതിനുശേഷം പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ എന്താണ് പറഞ്ഞത്? വിജാതിയരുടെ അപ്പസ്തോലനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നിട്ട് പറയുകയാണ്. നമ്മളോട് നൽകുന്ന ഉപദേശമാണ്. നമ്മൾ യഹൂദരൊന്നും അല്ലല്ലോ, പക്ഷേ അതിലേക്ക് നമ്മെ ചേർത്തതിനെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. ഒലിവ് മരത്തിന്റെ ശാഖയിൽ നിന്ന് ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിന്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ, അതാണ് വേരിൽ നിന്നും വരുന്ന ജീവരസത്തിൽ നമ്മൾ പങ്കുപറ്റുവാണ് ഈ പരിശുദ്ധ കുർബാനയിലൂടെ. ആ ശാഖകളേക്കാൾ വലിയവനാണെന്ന് നീ അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കിൽ നീ ഇങ്ങനെ ഓർക്കുക, നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക. വേര് നിന്നെ താങ്ങുകയാണ്, നീ വേരിനെ താങ്ങുകയല്ല എന്ന് ഓർത്തുകൊള്ളുക. എന്താ ഇതിന്റെ അർത്ഥം? വേണേ ഇങ്ങനെ പറയാം, സ്നേഹമുള്ളവരെ, നമ്മൾ യേശുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സഭയിലൂടെയാണ്. നമ്മൾ യേശുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സഭയിലൂടെയാണ്. ഞാനിവിടെ ഒരു പുരോഹിതനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും മാജിക്കൽ പവറുകൾ ഉണ്ടെന്നോ ദൈവത്തിൽ നിന്ന് പ്രത്യേകം പവറുകൾ ഉണ്ടെന്നോ നിങ്ങൾ ധരിക്കരുത്. എന്താണ് പിന്നെ ഒരു പുരോഹിതന്റെ കയ്യിലുള്ളത്? സഭയുമായി ബന്ധപ്പെട്ടത് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സങ്കല്പിക്കാം. നമ്മുടെ ടൗണുകളിലൊക്കെ ഈ വെള്ളത്തിൻ്റെ ടാങ്കി, പാണിനി ടാങ്കി ഉണ്ടല്ലോ, ആ ടാങ്കിയിൽ നിന്നാണല്ലോ നമ്മുടെ വീടുകളിലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വെള്ളം എത്തിക്കാൻ വേണ്ടി നമ്മളവിടെ പൈപ്പ് സിസ്റ്റം ഉണ്ട്. നമ്മൾ ചെല്ലുന്ന ഒരു ഏരിയയിൽ, നമ്മളൊരു സ്ഥലത്ത്, ഒരു ഫ്ലാറ്റിൽ അല്ലെങ്കിൽ നമ്മളൊരു വീടെടുത്ത്, നമ്മളൊരു സ്ഥലമെടുത്ത് അവിടെ താമസിക്കാൻ ചെല്ലുമ്പോൾ ഉടനെ തന്നെ ആ ടാങ്കിൽ നിന്നുമുള്ള പൈപ്പ് ലൈനിന്റെ കണക്ഷൻ അടുത്തേതാ ഉള്ളതെന്ന് നമ്മൾ അന്വേഷിക്കും, അല്ലേ? എന്നിട്ട് നമ്മൾ ആ പൈപ്പ് ലൈനിൽ നിന്നും കണക്ഷൻ എടുക്കും. അങ്ങനെ നമ്മളുടെ വീട് നമ്മൾ ആ ടാങ്കിലേക്ക് കണക്റ്റഡായി. ടാങ്കിനെ നമുക്ക് ഈശോയായിട്ട് ഉപമിക്കാം. ഈശോയിൽ നിന്നും വരുന്ന പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവീക ജീവനാണ് ഇതിലൂടെ വരുന്ന വെള്ളം എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഈ പൈപ്പ് സിസ്റ്റമാണ് സഭ എന്ന് നമ്മൾ എടുക്കുക. അപ്പൊ ആ ഒരു സഭയിലേക്ക്, ഒരു പൈപ്പ് സിസ്റ്റത്തിലേക്ക് നമ്മളെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ ഒരു മോട്ടറും വെച്ചു എല്ലാ വീടുകളിലേക്കും. പക്ഷേ ഫുൾ ടൈം ഇല്ല. കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുന്നത് ഇടയ്ക്കിടയ്ക്ക് മാത്രം.
ആഴ്ചയിലൊന്ന് ഞായറാഴ്ച വന്ന് മോട്ടർ അടിക്കുന്ന പ്ലംബറാണ് ഞങ്ങൾ. ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക, പ്ലംബിംഗ് നടത്തുക, സാക്രമെന്റൽ സഭയിലൂടെ വരുന്ന സഭയാണ്, ഈശോയാണ് സഭയുടെ ശിരസ്. ഞാനും യേശുവും തമ്മിൽ അല്ല, നിങ്ങൾ ഓരോരുത്തരും യേശുവും തമ്മിലല്ല, സഭയും യേശുവും തമ്മിലാണ് വിവാഹിതരായിരിക്കുന്നത്. അവർ തമ്മിലാണ് ഗാഢബന്ധം പുലർത്തുന്നത്. നമ്മൾ അതിൽ നിന്നും പങ്കുപറ്റുന്നു. അപ്പൊ ആ സഭയിൽ നിന്നും പങ്കുപറ്റുന്നു. അപ്പൊ എന്താണ്? പ്ലംബർ വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ പൈപ്പ് അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ കണക്ഷൻ വിറ്റ്, ഞാനീക്ക് ഈ കണക്ഷനിൽ നിന്നും വേണ്ട, കല്ലും മുള്ളും കുറേ തുണിയും ഒക്കെ കയറ്റി തിരികെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ടാപ്പ് തുറന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം മാത്രം കിട്ടും, തിരിച്ചു പോവാം. അപ്പം മാത്രം കിട്ടും, തിരിച്ചു പോകാം. കൃപ വേണ്ടേ? കൃപ വേണമെങ്കിൽ സഭയിലേക്ക് ബന്ധപ്പെട്ടിരിക്കണം, ചേർന്നിരിക്കണം. ആ ബ്ലോക്ക് ഉണ്ടാവരുത്, ക്ലിയർ ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. അതുകൊണ്ടാണ് പറയുന്നത് റെക്കൺസിലിയേഷൻ. എന്താണ്? തെറ്റിപ്പിരിഞ്ഞു നിൽക്കുമ്പോൾ ബന്ധമില്ല, ചേർന്ന് നിൽക്കുമ്പോഴോ ബന്ധമുണ്ട്. അപ്പോ റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് സഭയുടെ കൽപ്പനയിൽ ഒന്ന് നോക്കൂ, ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വേണം. വർഷത്തിൽ ഒന്നെങ്കിലും ഈ വെള്ളത്തിൽ കുമ്പസാരിക്കണം. ഈ ക്ലിയർ ബ്ലോക്കുകളൊക്കെ ഒന്ന് മാറ്റി കൃത്യമാക്കണം. അപ്പോഴേ കൃപ കറക്റ്റായിട്ട് ഒഴുകുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പരമ്പരാഗതമായി വർഷത്തിൽ ഒന്നെങ്കിലും മിനിമം കുമ്പസാരിച്ചിരിക്കും. അത് വിശുദ്ധരായ ആളുകൾ പണ്ട് സഭ എങ്ങനെയായിരുന്നു? അപ്പോൾ സഭയിൽ വിശുദ്ധരായ ആളുകൾ വിശുദ്ധിക്ക് വേണ്ടി തീവ്രമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം. പക്ഷെ ഇപ്പോ ആളുകൾ അങ്ങനെയല്ല. ഇത്തിരി ചെളി പോലും അതിൽ കൊടുങ്ങാൻ അനുവദിക്കുന്നില്ല. ഉടനെ തന്നെ അത് റിമൂവ് ചെയ്യും. അതുകൊണ്ട് കുമ്പസാരം എന്ന കൂദാശ ഇടയ്ക്കിടയ്ക്ക് സ്വീകരിച്ച് ആ ബ്ലോക്കുകൾ, അപ്പോഴാണ് ഈ പരിശുദ്ധ കുർബാനയിലൂടെ കിട്ടുന്ന ജീവജലം കറക്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ ഒരനുഭവം ഇല്ലാതെ നമ്മൾ പൊറോട്ട കഴിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ, നാസ്ത കഴിക്കാൻ പോകുന്ന പോലെ പോയിട്ട് തിരിച്ചു വരും. അനുഭവമില്ലാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കൃപ കറക്റ്റായിട്ട് അങ്ങ് വരുന്നില്ല എന്നത് തന്നെയാണ് അതിനുള്ള ഉത്തരം. അപ്പോൾ അത് ഓരോരുത്തരുടെയും കയ്യിലായിരിക്കും. ഈ കുർബാനയിൽ ഇനിയിപ്പോ അച്ഛനൊരു കള്ളുകുടിയനാണെന്ന് വിചാരിക്കുക, വെള്ളം അടിച്ചിട്ട് വന്നാലും ടാപ്പ് തുറന്നാ വെള്ളം വരൂലേ? അച്ഛന്റെ ഗുണമല്ല, സഭയുടെ ഗുണമാണ്. വെള്ളം വരുന്നത് അച്ഛനിൽ നിന്നല്ല, ജീവജലം വരുന്നത് അച്ഛനിൽ നിന്നല്ല, സഭയുമായി ഗാഢബന്ധം പുലർത്തുന്ന യേശുവിൽ നിന്നത്രേ. അങ്ങനെ പള്ളി പോകേണ്ട ആവശ്യമൊന്നുമില്ലോ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ. പ്രാർത്ഥിച്ചാൽ അങ്ങനെ കൃപ കിട്ടുമെങ്കിൽ, നിങ്ങൾക്ക് നേരിട്ട് ഈശോയുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ എന്തു പറയാൻ ആയിക്കോട്ടെ. നമുക്കറിഞ്ഞൂടാ. ഞങ്ങൾക്കാകെ അറിയാവുന്നത് സഭയിലൂടെ വരുന്ന കൃപയാണ്, ജീവജലമാണ്. വേരാണ് നിന്നെ താങ്ങി നിർത്തുന്നത്. നീ വേരിനെ താങ്ങി നിർത്തുകയാണെന്ന് ഓർക്കരുത്. ഈശോയുടെ ആ ജെറുസലേം പ്രവേശനം അത് സഭയിലേക്കുള്ള പ്രവേശനമാണ്. സഭയെന്ന രാജ്യത്തിൽ ആരാണ് അംഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശിശുവിനെ പോലെ എളിയവരാവാതെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അപ്പൊ സ്നേഹമുള്ളവരെ, സഭയോടൊരു സ്നേഹം തോന്നാൻ ഈ ഒരു ദിവസം നമുക്ക് ഇടയാകട്ടെ. ഇതിലെ രാജാവ് എളിയവനായ ഈശോയാണ്, ശക്തിയുള്ള ഈശോയല്ല, കൊല്ലുന്ന ഈശോയല്ല, പ്രതികരിക്കുന്ന അല്ലെങ്കിൽ വയലൻസിന്റെ രാജാവല്ല, മറിച്ച് എളിയവനാണ്. ഈ എളിയവർക്കുള്ളതാണ് ഇതിൽ നിന്ന് വരുന്നത്. ആർക്കാണ് ശക്തി ആവശ്യം? ശക്തിയില്ലാത്തവർക്ക്. ശക്തിയില്ലാത്തവരെ നമുക്ക് ഈ കൃപയെ ആശ്രയിക്കാം. അവിടെ നിന്നും വരുന്ന ജീവജലം മുന്തിരിച്ചാറിൽ നിന്നും അവിടുത്തെ ശരീരത്തിൽ നിന്നും നുകരാം. ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് തരാൻ പറ്റാത്ത ക്ഷമ എന്ന, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള, കുരിശിൽ കിടന്ന് മരിക്കുമ്പോഴും തന്നെ അധിക്ഷേപിച്ചവരോടും ക്ഷമിക്കുന്ന ആ കൃപ കിട്ടാൻ സ്വർഗത്തിന്റെ ഈ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. നമുക്ക് ഈ ബലി തുടരാം. ഓശാന ഗീതങ്ങൾ ഉയരുന്നു വാനോളം, ഓർശലേം നാഥാനീ രാജരാജൻ. ഓശാന ഗീതങ്ങൾ ഉയരുന്നു വാനോളം, ഓർശലേം നാഥാനീ രാജരാജൻ. മാലാഖ വൃന്ദവും സർവലോകങ്ങളും ആനന്ദഗീതികൾ പാടിടുന്നു.
ഗീതങ്ങൾ ഉയരുന്നു വാനോളം ഓർശലേം നാഥാനീ രാജരാജൻ. ഓശാന ഓശാന ദൈവപുത്രൻ ഓശാന, ഭൂവും സ്വർഗവും ഒന്നായി പാടുന്നു ഓശാന. ഓശാന ഓശാന ദൈവപുത്രൻ ഓശാന, ഭൂവും സ്വർഗവും ഒന്നായി പാടുന്നു ഓശാന. സാഗരങ്ങളും കുളിർമേഘവർഷവും സൂര്യചന്ദ്രതാരവും നിൻ മഹിമകൾ പാടുന്നു. സാഗരങ്ങളും കുളിർമേഘവർഷവും സൂര്യചന്ദ്രതാരവും നിൻ മഹിമകൾ പാടുന്നു. ഹൃദയം നിറയും സ്വരമോടെ സ്വർഗമഹോന്നതനേശുവിനെ ഓശാന പാടി വാഴ്ത്തിടാം, വീതിയൊരുക്കിടാം. ഹൃദയം നിറയും സ്വരമോടെ സ്വർഗമഹോന്നതനേശുവിനെ ഓശാന പാടി വാഴ്ത്തിടാം, വീതിയൊരുക്കിടാം. ഓശാന ഓശാന ദൈവപുത്രൻ ഓശാന, ഭൂവും സ്വർഗവും ഒന്നായി പാടുന്നു ഓശാന. ഓശാന ഓശാന ദൈവപുത്രൻ ഓശാന, ഭൂവും സ്വർഗവും ഒന്നായി പാടുന്നു ഓശാന. വാനിടത്തിലും ഈ ഭൂതലത്തിലും രാജരാജനേശുവിൻ മഹിമകൾ ഉയരുന്നു. വാനിടത്തിലും ഈ ഭൂതലത്തിലും രാജരാജനേശുവിൻ മഹിമകൾ ഉയരുന്നു. സ്വർഗം തെളിയും പ്രഭയോടെ ആഗതനാകും യേശുവിനെ ആമോദമോടെ വാഴ്ത്തിടാം, പാടി വണങ്ങിടാം.
Thank you.